ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 65-ാമത്തെ ശ്ലോകമായിരുന്നു. അതിൽ ദേവിയുടെ താമ്പൂല ചർവണം, താമ്പൂലത്തെപ്പറ്റി മുറുക്കാൻ ചവച്ചതുകൊണ്ട് ദേവിയുടെ വായുടെ സൗരഭ്യം, അതേക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 66-ാമത്തെ ശ്ലോകമാണ്. അതിൽ ദേവിയുടെ മധുരമായ ശബ്ദത്തെ പറ്റി പറയുന്നു. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ഓം സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ഓം. ശ്ലോകം 66. വിപഞ്ചാഗായന്തി വിവിധമപദാനം പശുപതേഃ ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈരപലപിതതന്ത്രീകളരവാം തദീയൈർമാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നിചുളയതി ചോളേന നിഭൃതം. ഇതാണ് ശ്ലോകം. ഇനി അതിലെ വാക്കുകളൊക്കെ നോക്കാം. വിപഞ്ച്യ ഗായന്തി വിവിധം അപദാനം പശുപതേഃ ത്വയാ ആരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈഃ മാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നിചുളയതി ചോളേന നിഭൃതം. ഇതാണ് വാക്കുകൾ. വിപഞ്ചാഗായന്തി വിവിധമപദാനം പശുപതേഃ ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നിചുളയതി ചോളേന നിഭൃതം. ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം നമുക്ക്. വിപഞ്ചിയ, വിപഞ്ചിയ എന്ന് പറഞ്ഞാൽ വീണ കൊണ്ട്, വീണയാൽ, ഗായന്തി ഗാനം ചെയ്യുന്ന, വീണയാൽ ഗാനം ചെയ്യുന്ന, അല്ലെ വീണ കൊണ്ട് പാടുന്ന, ഗാനം ചെയ്യുന്ന, വിവിധം അപദാനം പശുപതേഃ പശുപതിയുടെ, പശുപതി മഹാദേവൻ, മഹാദേവൻ്റെ വിവിധം അപദാനം. വിവിധം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളത്. അപദാനം എന്നിവിടെ പറഞ്ഞ മഹാദേവൻ്റെ ദക്ഷയജ്ഞ വിനാശവും കാളകൂട വിഷം കുടിക്കുന്നതും ഗജാസുരനെ കൊല്ലുന്നതുമൊക്കെയായ വിവിധങ്ങളായ കഥകളെ കൊണ്ട് എന്നർത്ഥം. ആ കഥകളെയെല്ലാം ത്വയ അങ്ങയാൽ, നിന്തിരുവടിയാൽ, ആരബ്ധവക്തും, ആരബ്ധം ആരംഭിക്കുക, വക്ത് എന്ന് പറഞ്ഞാൽ പറയാൻ തുടങ്ങുമ്പോൾ, അതായത്
മഹാദേവൻ്റെ ദക്ഷയജ്ഞ വിനാശം, കാളകൂട അച്ഛനം, അച്ഛനം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നത്, കാളകൂട വിഷം കുടിക്കുന്നത്, ഗജാസുരനെ കൊല്ലുന്ന മുതലായ വിവിധ ചരിത്രങ്ങളെ ത്വയാരബ്ധേ വക്തും, വക്ത് എന്ന് പറഞ്ഞാൽ പറയുന്നത്, ആരബ്ധം ആരംഭിക്കുന്ന. അപ്പം ത്വയ നിന്തിരുവടിയാൽ, അല്ലെങ്കിൽ നിന്തിരുവടി പ്രശംസാവചനം, അതാണ് വക്തും പറയാൻ തുടങ്ങുക. എന്താ പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? ചലിത ശിരസ പറയുന്നു. എന്ത്? പ്രശംസ വചനങ്ങൾ, അതായത് സാധുവചനേ എന്നുണ്ട്. സാധുവചനം എന്ന് പറഞ്ഞാൽ ഭേഷ് ഭേഷ് വാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് പ്രശംസാവചനം എന്ന് പറയുന്നത്. ഇവിടെ സാധുവചനം എന്ന് പറയും. അപ്പം നിന്തിരുവടി ചലിത ശിരസ, തല ഇളക്കിക്കൊണ്ട്, അതായത് തല കുലുക്കി പ്രശംസാവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ, ആരബ്ധേ ചലിത ശിരസ വചനേ വക്തു പറയാൻ തുടങ്ങുമ്പോൾ, തദീയൈഹി, തദീയൈഹി ആ വാക്കുകളുടെ, അവയുടെ എന്നർത്ഥം, ആ വാക്കുകളുടെ മാധുര്യൈഹി, മാധുര്യ ഗുണങ്ങളാൽ, മാധുര്യത്താൽ, അപലപിത തന്ത്രീ കളരവം. അപലപിതം എന്ന് പറഞ്ഞാൽ അപഹസിക്കപ്പെടുക, അതായത് ആ വാക്കുകളെ അപഹസിക്കപ്പെട്ട അപലപിത തന്ത്രീകളരവം. തന്ത്രീകളരവം ആ ശബ്ദത്തോടു കൂടിയ, കളരവം എന്നൊക്കെ പറയുന്ന ശബ്ദം, കളമൊഴി എന്ന് പറയില്ലേ. അപ്പോൾ അപഹസിക്കപ്പെട്ട തന്ത്രി ശബ്ദത്തോടു കൂടിയ നിജാം വീണാം വാണി. നിജാം എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ വീണ. ഇവിടെ സരസ്വതി ദേവിയെയാണ് പറയുന്നത് വാണി എന്ന്. വാണി സരസ്വതി ദേവി. സരസ്വതി ദേവി തൻ്റെ വീണയെ നിച്ചുളയതി ചോളേന നിവൃതം. നിച്ചുളയതി എന്ന് പറഞ്ഞാൽ അത് മിണ്ടാതെ മൗനമാക്കി, ശബ്ദമില്ലാതെ. നിച്ചുളയതി ചോളേന നിവൃതം. ചോളേന എന്ന് പറഞ്ഞാൽ മൂടി വയ്ക്കുക, നിഗൂഢമാക്കി വയ്ക്കുക. മൂട് പടം കൊണ്ട് മൂടുന്നു എന്ന് ശരിക്കുള്ള അർത്ഥം. അപ്പം എന്താ ഇവിടെ? തൻ്റെ വീണയെ സരസ്വതി ദേവി, ദേവിയുടെ ആ ശബ്ദമാധുര്യ ഇതുകൊണ്ട് അത് തലകുലുക്കിയിരുന്ന് കേട്ട് രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സരസ്വതി ദേവിയുടെ വീണ ആ ശബ്ദിക്കാതെ മൗനമായിരിക്കത്തക്ക പോലെ മൂടുപടം കൊണ്ട് മൂടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദേവി, സരസ്വതി ദേവിയുടെ വീണയിൽ നിന്ന് വരുന്ന ശബ്ദമാധുര്യത്തെക്കാൾ മധുരമായ തരമായിരുന്നു ദേവിയുടെ വായിൽ നിന്ന് വന്ന ശബ്ദം എന്ന് അർത്ഥം. ഇവിടെ അതിശയോക്തി അലങ്കാരം ഈ ഇതിൻ്റെ വൃത്തം. അപ്പോൾ നമുക്കൊന്ന് വായിച്ചിട്ട് ഒന്ന് നോക്കാം. വിഭജ്യ, വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. വിഭജ്യ വീണ കൊണ്ട്, ഗായന്തി ദേവി, വാണി ദേവി, സരസ്വതി ദേവിയുടെ വീണയുടെ പേര് കച്ചപി എന്നാണ്. കച്ചപി എന്ന വീണ വായിച്ചുകൊണ്ട് മഹാദേവൻ്റെ കഥകളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദേവി പ്രശംസിക്കാൻ വേണ്ടി ഭേഷ് ഭേഷ് വാവ് എന്നൊക്കെ പറയാൻ വേണ്ടി വായൊന്ന് തുറന്നപ്പം തന്നെ എന്തുണ്ടായി? ആ ദേവിയുടെ വീണ നാണിച്ചു പോയി. ആ വീണയുടെ ശബ്ദത്തേക്കാൾ മാധുര്യം ഉണ്ടായിരുന്നുകൊണ്ട് സരസ്വതി ദേവി എന്ത് ചെയ്തു? തൻ്റെ വീണയെ മൂടുപടം കൊണ്ട് മറച്ചു വച്ചു എന്ന് അർത്ഥം. ഇനി വിഭജ്യ ഗായന്തി, വീണ കൊണ്ട് ഗാനം ചെയ്യുന്ന, വിവിധമപദാനം, വിവിധ തരത്തിലുള്ള മഹാദേവൻ്റെ, പരമശിവൻ്റെ ദക്ഷയജ്ഞയാഗം, അതിൻ്റെ വിനാശം, ദക്ഷയജ്ഞയാഗം, യാഗവിനാശം, കാളകൂട വിഷ അശനം, അശിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുക, തിന്നുക എന്നൊക്കെ, പിന്നെ ഗജാസുരവധം തുടങ്ങിയ പലവിധത്തിലുള്ള ചരിത്രങ്ങൾ. അവിടെ അപദാനം, വിവിധം അപദാനം എന്നേ പറഞ്ഞിട്ടുള്ളൂ.
നമ്മളുണ്ടാക്കണം. ബാക്കി എന്തൊക്കെയായിരുന്നു മഹാദേവൻ്റെ ചരിത്രങ്ങളെന്ന് നമ്മളിവിടെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഗജാസുരവധം, പിന്നെ കാളകൂടാശനം, ദക്ഷയജ്ഞ വിനാശം തുടങ്ങിയ ചരിത്രങ്ങളെ ത്വയാ അങ്ങയാൽ ആ നിന്തിരുവടി ചലിതശിരസ തലകുലുക്കി സാധുവചനെ പ്രശംസാവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തദീയൈർ മാധുര്യൈ ആ വാക്കുകളുടെ മാധുര്യ ഗുണങ്ങളാൽ അപലപിത തന്ത്രീ കളരവ അപഹസിക്കപ്പെട്ട തന്ത്രി ശബ്ദത്തോടു കൂടിയ നിജാം വീണാം വാണി തൻ്റെ വീണയെ സരസ്വതി ദേവി നിചുളയതി ചോളേന നിവൃതം ശബ്ദമില്ലാതെ മൗനമായിരിക്കത്തക്കവണ്ണം മൂടുപടം കൊണ്ട് മൂടുന്നു എന്ന്. അപ്പം നമുക്കിനി ടോട്ടൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. വിപഞ്ചാഗായന്തി വിവിധമപദാനം പശുപതേഹേ ത്വയാരബ്ധേ പശുപതേഹേന്ന് അവിടെ വിസർഗം ചേർത്ത് നിർത്തിയാൽ ത്വയാരബ്ധേ എന്നേ വരുള്ളൂ. സായുടെ ഇത് വരില്ല. അല്ല ഒന്നിച്ച് പശുപതേ ത്വയാരബ്ധേ ഒന്നിച്ചാണ് പറയുന്നതെങ്കിൽ സാ വരും. അത് സന്ധി നിയമമാണ്. ചലിത ശിരസ സാധുവചനെ അപ്പം വിപഞ്ചാഗായന്തി വിവിധമപദാനം പശുപതേഹേ ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനെ തദീയൈർമാധുര്യൈരപലപിത തന്ത്രീ കളരവാം. ഒന്നിച്ചൊറ്റപ്പദമായിട്ടും ചൊല്ലാം, രണ്ടായിട്ടാണെങ്കിൽ തദീയൈർമാധുര്യൈ അപലപിത തന്ത്രീ കളരവാം. ആക്ച്വലി ചൊല്ലേണ്ടത് ഒറ്റപ്പദമായിട്ടാണ്. ഇനി രണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിജ അവിടെ നിയമമുണ്ടല്ലോ, ഈ ശിഖരണി വൃത്തത്തിന് 6 അക്ഷരം കഴിയുമ്പോൾ നിർത്താമെന്ന്. അപ്പോൾ അവിടെ വിസർഗം ചേർത്ത് നിർത്തുക. തദീയൈർമാധുര്യൈ അപലപിത തന്ത്രീ കളരവാം നിജാം വീണാം വാണി നിചുളയതി ചോളേന നിഭൃതം. അല്ലയോ മഹാദേവി, പരമശിവന്റെ ദക്ഷയാഗദംസനം, കാളകൂടാശനം, ഗജേശ്വരവധം മുതലായ പലവിധ ചരിത്രങ്ങളെ വീണയാൽ ഗാനം ചെയ്യുന്ന സരസ്വതി ദേവി നിന്തിരുവടി തലകുലുക്കി അതിനെക്കുറിച്ച് പ്രശംസിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ പ്രശംസാവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ സരസ്വതി ദേവി തൻ്റെ വീണയിൽ വായിക്കുന്ന കഥകളെ കേട്ട് അതിൻ്റെ മാധുര്യം കേട്ട് തലകുലുക്കി രസിച്ചു കൊണ്ടിരുന്ന ദേവിയുടെ വാക്ക് പറയാൻ തുടങ്ങുമ്പം തന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വചനങ്ങളുടെ മാധുര്യ ഗുണങ്ങളാൽ അപഹസിക്കപ്പെട്ട തന്ത്രി ശബ്ദത്തോടു കൂടിയ തൻ്റെ വീണയെ ഇല്ലാതെ മൗനതരമാക്കി, അതായത് വീണയെ മൂടിവെച്ചു, ശബ്ദം ഉണ്ടാക്കാത്തവണ്ണം അതിനെ മൂടുപടം കൊണ്ട് മൂടിവെച്ചു എന്ന് അർത്ഥം. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ നിജസല്ലാപമാധുര്യ വിനിർവത്സിത ഗച്ഛവി എന്ന നാമം എടുത്തു നോക്കുക. പഠിപ്പിക്കുമ്പോൾ അതിന് ഞാൻ വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പം പുറകോട്ടൊന്ന് പോയി ലളിതാ സഹസ്രനാമം ഒന്ന് വല്ലപ്പോഴും വായിക്കുക. ചൊവ്വയും വെള്ളിയും, വല്ലപ്പോഴും അല്ല എന്നും വായിക്കേണ്ടതാണ് കുടുംബത്തെ. അപ്പോൾ ഓരോ വാക്കിനും ആ ഓരോ നാമത്തിനും ഗഹനങ്ങൾ അർത്ഥങ്ങളുണ്ട് ധാരാളം. അപ്പോൾ ആ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ച നിജസല്ലാപമാധുര്യ വിനിർവത്സിത ഗച്ഛവി അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം വിപഞ്ചാഗായന്തി വിവിധമപദാനം പശുപതേ സ്ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനെ തദീയൈർമാധുര്യൈരപലപിത തന്ത്രീ കളരവാം നിജാം വീണാം വാണി നിചുളയതി ചോളേന നിഭൃതം. അല്ലയോ മഹാദേവി, പരമശിവന്റെ ദക്ഷയാഗദംസനം, കാളകൂടാശനം, ഗജ അസുരവധം തുടങ്ങിയ വിവിധ ചരിത്രങ്ങളെ വീണയാൽ ഗാനം ചെയ്യുന്ന സരസ്വതി ദേവി നിന്തിരുവടിയുടെ
നിന്തിരുവടി തല കുലുക്കി അതിനെക്കുറിച്ച് പ്രശംസാവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആ വചനങ്ങളുടെ മാധുര്യ ഗുണങ്ങളാൽ അപഹസിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ വീണയുടെ മാധുര്യത്തെക്കാൾ, അതിൻ്റെ ശബ്ദത്തെക്കാൾ മധുരമുള്ളതായിരുന്നു ദേവിയുടെ ശബ്ദം എന്നർത്ഥം. അപ്പോൾ ആ തന്ത്രി ശബ്ദത്തോടു കൂടിയ തൻ്റെ വീണയെ ശബ്ദമില്ലാതെ മൗനമാക്കി ഗൂഢമാക്കി വെച്ചു. എങ്ങനെ? മൂടുപടം കൊണ്ട് മൂടി വെച്ചു എന്നർത്ഥം. വിഭഞ്ച്യാഗായന്തി വിവിധമപദാനം പശുപതേ സ്ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈഃ, അതുകളാൽ, ആ വാക്കുകളാൽ എന്നർത്ഥം. തദീയൈർമാധുര്യൈഃ, അവിടെ വേണമെങ്കിൽ നിർത്തിയിട്ട് വായിക്കാം. തദീയൈർമാധുര്യൈരപലപിത, അവിടെ രാ വരും ഒന്നിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മാധുര്യൈഃ അപലപിത എന്ന് വരും. തന്ത്രി കളരവാം നിജാം വീണാം വാണി നിച്ചുളയതി ചോളേന നിഭൃതം. പല പ്രാവശ്യം പറയുന്നത് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ പിരിച്ച് പറഞ്ഞിരുന്നു ആദ്യം ഞാൻ എന്തൊക്കെയാ. വിവിധം അപദാനം പശുപതേഹേ ത്വയാ ആരബ്ധേ, പശുപതേ സ്ത്വയാരബ്ധേ എന്നൊറ്റ പദം. പശുപതേഹേ ത്വയാ ആരബ്ധേ എന്ന് തിരിച്ചു പറയും. അതുപോലെ തദീയൈഃ മാധുര്യൈഃ അപലപിത തന്ത്രി കളരവം എന്ന് പിരിച്ചു പറഞ്ഞാൽ, ഒന്നിച്ചാണെങ്കിലോ തദീയൈർമാധുര്യൈരപലപിത രാ വരും അവിടെ. തന്ത്രി കളരവം എന്ന് അത്രയേ ഉള്ളൂ പിരിച്ചു പറയാൻ. വിപഞ്ച്യാഗായന്തി വിവിധമപദാനം പശുപതേ സ്ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈരപലപിത തന്ത്രി കളരവാം നിജാം വീണാം വാണി നിച്ചുളയതി ചോളേന നിഭൃതം. നിച്ചുള എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, ചോളേന എന്ന് പറഞ്ഞാൽ മൂടുപടം, ചോളം, മൂടുപടം കൊണ്ട് മൂടുക, നിഭൃതം മൂടുന്നു എന്നർത്ഥം. ഒരു പ്രാവശ്യം കൂടി അർത്ഥം പറയാം. അല്ലയോ മഹാദേവി, പരമശിവൻ്റെ ദക്ഷയാഗവംസനം, കാളകൂടാസനം, ഗജാസുരവധം തുടങ്ങിയ ചരിത്രങ്ങളെ വീണയാൽ ഗാനം ചെയ്യുന്ന സരസ്വതീ ദേവി നിന്തിരുവടി തലകുലുക്കി അതിനെ പ്രശംസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ വചനങ്ങളുടെ മാധുര്യം, ഭേഷ് ഭേഷ് എന്ന ദേവി പറയാൻ വന്ന ഭേഷ് എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് തന്നെ സരസ്വതി ദേവി തൻ്റെ വീണയൊക്കെ അടച്ചുപൂട്ടി പാട്ടിന് പോയി എന്നർത്ഥം. അപ്പം അതിലും മാധുര്യമായിരുന്നു ദേവിയുടെ ശബ്ദം എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ അമ്മേ ശരണം. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ കർണിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി.